ഹായ് ഓൾ, നമ്മളിന്ന് ഓർഗാനിക് കെമിസ്ട്രി രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് നോക്കുന്നത്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് SN1 റിയാക്ഷനും SN2 റിയാക്ഷനും. അപ്പോൾ ഇത് പ്ലസ് ടു ലെവലോട്ട് PG ലെവൽ വരെ കെമിസ്ട്രി പഠിക്കാനുള്ളതാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഒരുപാട് ചോദിക്കുന്നതാണ്. ഇത് ഈസിയാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസുമാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് SN2 റിയാക്ഷൻ നോക്കാം. മെക്കാനിക്സിലേക്ക് കിടക്കാം. ജനറലി ഇവർ CXYZ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഹൈഡ്രജൻ ആകാം, CH3 ആകാം, ആൽക്കൈൽ ഗ്രൂപ്പ്സ് അത്രേ ഉള്ളൂ. L എന്താണ്? ലിഗാൻഡാണ്. NU എന്താ? ന്യൂക്ലിയോഫൈൽ, ന്യൂക്ലിയസ് ലവിങ്, ചാർജസ് നെഗറ്റീവ്, അട്രാക്ട്സ് എന്താണ്? ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്യാം. ഇപ്പോൾ NU മൈനസ് എന്ന ന്യൂക്ലിയോഫൈൽ ഇതിനെ ഇവിടെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. അപ്പം നമുക്കറിയാം കാർബണിൻ്റെ ബാലൻസ് 4ആണ്. അഞ്ചാമതൊരു പോസിബിലിറ്റി ഉണ്ടോ ഒരു ബോണ്ടിന്? ഇല്ല. പക്ഷേ ഇവിടെ ഒരു പോസിബിലിറ്റി ആയിട്ട് വരുന്നത് എന്താ? ട്രാൻസിറ്റ് സ്റ്റേറ്റ്. അത് നമുക്കറിയാം. ട്രാൻസിറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് എന്താണ്? ഒരു ഷോർട്ട് ടൈം ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇവിടെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ കാർബൺ ന്യൂക്ലിയോഫൈൽ ബോണ്ട് ഫോം ചെയ്യുന്നു, കാർബൺ ലിഗാൻഡ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. അതായത് ബോണ്ട് ഫോർമേഷൻ ആൻഡ് ബോണ്ട് ബ്രേക്കിംഗ് ടേക്ക് പ്ലേസ് സൈമൾട്ടേനിയസ്ലി അല്ലെങ്കിൽ അറ്റ് എ ടൈമിൽ നടക്കുന്നു രണ്ടും. അപ്പോൾ അതാണ് ട്രാൻസിറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ശേഷം എന്താ? കാർബൺ ലിഗാൻഡ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ലിഗാൻഡ് L- അല്ലെങ്കിൽ L ആയിട്ട് ലീവ് ചെയ്തു. ന്യൂക്ലിയോഫിലിക് എന്ത് ചെയ്തു? ബോണ്ട് ഫോം ചെയ്തു. കാർബൺ ന്യൂക്ലിയോഫിലിക് കാർബൺ CNU ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ കാർബൺ സെൻറ്റർ എന്താണ്? ഡെൽറ്റ പ്ലസ്, ഇലക്ട്രോ പോസിറ്റീവാണ്. ന്യൂക്ലിയോഫിൽ എന്താ? ഡെൽറ്റ മൈനസ്, ഇലക്ട്രോ നെഗറ്റീവാണ്. അതൊക്കെ വേണേൽ കാണിക്കാം. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താ? ഇതൊരു സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷനാണ്. ട്രാൻസിറ്റ് സ്റ്റേറ്റ് ഉണ്ട്. പിന്നെ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് ചെയ്യുന്ന എവിടെയാണ്? അതാണ് ഇമ്പോർട്ടൻറ്റ്. ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് ചെയ്യുന്നത് കാർബൺ ലിഗാൻഡ്, അതായത് ലിഗാൻഡ് ലീവ് ചെയ്യുന്നത്. ഇവിടെ ലിഗാൻഡിൻ്റെ കൂടുതൽ എടുക്കുന്നത് എന്താണ്? ഹാലജൻസ് ആണ്. ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അതൊക്കെയാണ്. അപ്പം ഈ ലിഗാൻഡ് ലീവ് ചെയ്യുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നമ്മുടെ കാർബൺ ന്യൂക്ലിയോഫിലിക് ബോണ്ട് ഫോം ചെയ്യുന്നത്, ബോണ്ട് ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ ഇത് ബാക്ക് സൈഡ് അറ്റാക്കാണ് ഇവിടെ നടക്കുന്നത്. എന്താ അറ്റാക്കാണ്? ബാക്ക് സൈഡ് അറ്റാക്കാണ്. ഇൻ സമ്മറി നമുക്ക് നോക്കാം. ന്യൂക്ലിയോഫിലിക് ബാക്ക് സൈഡ് അറ്റാക്സ് ദ കാർബൺ ഡെൽറ്റ പോസിറ്റീവ് സെൻറ്റർ. ട്രാൻസിറ്റ് സ്റ്റേറ്റ് ഫോംസ് ഇൻ വിച്ച് ന്യൂക്ലിയോഫിലിക് ഇസ് ഫോമിംഗ് ടു ദ ലീവിംഗ് ഗ്രൂപ്പ് ലീവ്സ് ഫോമിംഗ് ഫൈനൽ പ്രൊഡക്റ്റ്. ലീവിംഗ് ഗ്രൂപ്പ് ലീവ് ചെയ്യുന്നു, കാർബൺ ന്യൂക്ലിയോഫിലിക് ബോണ്ട് ഫോം ചെയ്തു, ബാക്ക് സൈഡ് അറ്റാക്കാണ്, പുതിയ പ്രൊഡക്റ്റ് ഉണ്ടായി. ഓക്കെ, നമുക്ക് SN2 റിയാക്ഷൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് നോക്കാം. വൺ സ്റ്റെപ്പ് റിയാക്ഷൻ നമ്മൾ പറഞ്ഞത് സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. സിംഗിൾ സ്റ്റെപ്പാണ്. വൺ സ്റ്റെപ്പ് റിയാക്ഷൻ. ദ റിയാക്ഷൻ ഈസ് കൺസിഡർഡ് കാർബൺ ഹാലജൻ ബോണ്ട് ബ്രേക്കിംഗ് ആൻഡ് കാർബൺ ന്യൂക്ലിയോഫൈൽ ബോണ്ട് ഫോർമേഷൻ ടേക്ക് പ്ലേസ് അറ്റ് ദ സെയിം ടൈം. ബൈ മോളിക്കുലർ ആൻഡ് ഫോളോ സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. ഇതെന്താണ്? ബൈ മോളിക്കുലർ ആണ്. അതുപോലെ ഫോളോ ചെയ്യുന്നതാണ് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആണ്. ഓക്കെ, ജനറൽ ക്യാരക്ടേഴ്സ് ബൈമോളിക്കുലർ ആൻഡ് ഫോളോ സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. ബൈമോളിക്കുലർ മീൻസ് എന്താ? അതിൻ്റെ മോളിക്കുലർ 2 ആണ്. സെക്കൻഡ് ഓർഡർ, അതായത് ഇവിടെ നമ്മൾ ഓർഡർ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനൊക്കെയാണ്? ആൽക്കൈൽ ഹാലൈഡിൻ്റെ കോൺസെൻട്രേഷനെയും ന്യൂക്ലിയോഫൈലിൻ്റെ കോൺസെൻട്രേഷനാണ്. അപ്പം കോൺസെൻട്രേഷൻ ഓഫ് ന്യൂക്ലിയോഫൈൽ റൈസ് ടു 1 പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് റൈസ് ടു 1. അപ്പോൾ 1 + 1 2. അപ്പോൾ ഓർഡർ മോളിക്കുലർ എന്താണ്? 2 ആണ്. പിന്നെന്താ? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ അതാണ് പറഞ്ഞത്. റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി കോൺസെൻട്രേഷൻ സബ്സ്ട്രേറ്റ് ആൽക്കൈൽ ഹാലൈഡ് ആൻഡ് ന്യൂക്ലിയോഫൈൽ. അതുകൊണ്ടാണ് അതിൻ്റെ ഓർഡർ മോളിക്കുലാരിറ്റിയും 2 ആയി മാറുന്നത്. പിന്നെന്താ സംഭവിച്ചത്? ഹാസ് ആൻ ഇൻവേർഷൻ ഇൻ സ്റ്റീരിയോ കെമിസ്ട്രി. ആ ഇൻവേർഷൻ എന്ന് പറഞ്ഞ പേരാണ് ഇവിടെ വാൾഡൻ ഇൻവേർഷൻ. എന്താണ് വാൾഡൻ ഇൻവേർഷൻ? കാരണം എന്താ? റൈറ്റ് സൈഡിലോട്ടുള്ള ആൽക്കൈൽ ഹാലൈഡ് ലെഫ്റ്റ് സൈഡിലേക്ക് മാറുന്നു, അതാണ് ഇൻവേർഷൻ. പോളാർ അപ്രോട്ടിക് സോൾവെൻറ്റ് ഈസ് യൂസ്ഡ് ടു എൻഹാൻസ് റിയേറ്റിവിറ്റി. ഇവിടെ പോളാർ അപ്രോട്ടിക് സോൾവെൻറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. മോസ്റ്റ്ലി ഒക്കേഴ്സ് ഇൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ്സ്. അപ്പോൾ ഇവിടുത്തെ റിയേറ്റീവ് ഓർഡർ എങ്ങനെയാണ്? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ആൽക്കൈൽ ഹാലൈഡ്. അതായത് പ്രൈമറി ഗേറ്റ് ദാൻ, സെക്കൻഡറി ഗേറ്റ് ദാൻ, ടെർഷറി ഗേറ്റ് ദാൻ ആൽക്കൈൽ ഹാലൈഡ്. അതാണ് എൻ്റെ ഇവിടുത്തെ റിയേറ്റീവ് ഓർഡർ. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം SN1 റിയാക്ഷൻ. അപ്പോൾ SN1 ഇലപറ്റി എങ്ങനെ പറയാം? സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലർ. സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലർ. അപ്പം ഇതിവിടെ 2 സ്റ്റെപ്പാണ് റിയാക്ഷൻ നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് സ്ലോ സ്റ്റെപ്പാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് സംഭവിക്കുന്നു? ആൽക്കൈൽ ഹാലൈഡ്, അതാണ് CXYZ L എന്ന് പറയുന്നത് ആൽക്കൈൽ ഹാലൈഡാണ്. L മീൻസ് ഹാലൈഡ് ഗ്രൂപ്പ് ആകോളും വരുന്നത്. ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഹാലൈഡ് ഗ്രൂപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് സ്ലോ സ്റ്റെപ്പാണ്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു കാർബോക്കേറ്റൻ ഉണ്ടാകുന്നു. അപ്പം കാർബോക്കേറ്റൻ ഉണ്ടാകുന്ന ഏത് ക്ലീവേജാണ്? നമ്മൾ പഠിച്ച ഹെട്രോളിറ്റിക് ക്ലീവേജ് വഴി ഉണ്ടാകുന്ന പോലെ ഒരു കാർബോക്കേറ്റൻ ഉണ്ടാകുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് നോക്കി, കാർബോക്കാറ്റോണ് ന്യൂക്ലിയോഫിൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കാർബോക്കാറ്റോൺ എങ്ങോട്ടാണ് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്? നമ്മുടെ ലിഗാൻഡ് ഗ്രൂപ്പ് ലീവ് ചെയ്തങ്ങ് പോകുന്നു ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ. ആ സെക്കൻഡ് സ്റ്റെപ്പിൽ ആ വേക്കൻസി വന്ന് ന്യൂക്ലിയോഫിൽ എന്ത് ചെയ്യുന്നു? അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഫ്രണ്ട് സൈഡ് അറ്റാക്കാണ്. ഏത് അറ്റാക്കാണ്? ഫ്രണ്ട് സൈഡ് അറ്റാക്കാണ്. മറ്റേടത്ത് SN1 ആയിരുന്നെങ്കിലോ SN2 ആയിരുന്നെങ്കിലോ അത് ബാക്ക് സൈഡ് അറ്റാക്ക് ആയിരുന്നെങ്കിൽ SN1 ഫ്രണ്ട് സൈഡ് അറ്റാക്കാണ്. ഇവിടുത്തെ റിയേറ്റീവ് ഓർഡർ എങ്ങനെയാണ്? ടെർഷറി ഗെറ്റൻ, സെക്കൻഡറി ഗെറ്റൻ, പ്രൈമറി ഗെറ്റൻ, ആൽക്കൈൽ ഹാലൈഡ്. അപ്പം ടെർഷറി, സെക്കൻഡറി, പ്രൈമറി, ആൽക്കൈൽ ഹാലൈഡാണ് ഇവിടുത്തെ റിയേറ്റീവ് ഓർഡർ. അപ്പം ഇതിൻ്റെ ഓർഡർ നമ്മൾ പറഞ്ഞു 1 മോളിക്കുലാരിറ്റി 1 എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് കെമിക്കൽ കൈനറ്റിക്സിൽ ദി സ്ലോ സ്റ്റെപ്പ് ഈസ് ദി റേറ്റ് ഡിറ്റർമിൻ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പാണ് സ്ലോ സ്റ്റെപ്പ് ഈസ് ദി റേറ്റ് ഡിറ്റർമിൻ സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണുള്ളത്? ആൽക്കൈൽ ഹാലൈഡിൻ്റെ കോൺസെൻട്രേഷൻ മാത്രമേ ഉള്ളൂ, CXYZ L. മനസ്സിലായോ? അപ്പം ആ ഒരു ആൽക്കൈൽ ഹാലൈഡിൻ്റെ കോൺസെൻട്രേഷൻ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് സ്റ്റെപ്പിൽ. അതുകൊണ്ടാണ് അതിൻ്റെ ഓർഡർ എന്തായി മാറിയത്? ഫസ്റ്റ് ഓർഡറായി മാറിയത്. അപ്പം
കോൺസെൻട്രേഷൻ ഒറ്റ പറഞ്ഞ കോൺസെൻട്രേഷൻ ഉള്ളൂ, അത് ആൽക്കൽ ഹാർഡനാണ്. അതുകൊണ്ട് എന്താ ദിസ് റിയാക്ഷൻ ഫോളോസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. അപ്പോൾ ഇതാണ് SN1 റിയാക്ഷൻ. ഇനി നമുക്ക് ജനറൽ ക്യാരക്ടേഴ്സ് നോക്കാം. ഓക്കെ, ക്യാരക്ടേഴ്സ് ഓഫ് SN1 റിയാക്ഷൻ നമുക്ക് നോക്കാം. 2 സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. കാർബൺ ഹാലജൻ ബോണ്ട് ബ്രേക്സ് റിസൾട്ടിങ് ഇൻ എ പോസിറ്റീവ് ചാർജ് കാർബോകാറ്റയോൺ എന്ന് വിളിക്കും. ന്യൂക്ലിയോഫിൽ അറ്റാച്ച് ദ കാർബോകാറ്റയോൺ ഫോമിങ് എ ന്യൂ ബോണ്ട്. അതായത് ലിഗാൻഡ് ലീവ് ചെയ്ത് പോകുന്നു, ആ പൊസിഷനിലേക്ക് വന്നു. അപ്പോൾ യൂണിയൻ മോളിക്കുലർ ഫോളോസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. യൂണിയൻ മോളിക്കുലർ അതായത് മോളിക്കുലാരിറ്റി എന്താണ് അതിൻ്റെ 1 ആണ്. റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണോ ഒറ്റ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് റേറ്റ് ഈസ് ഡിറ്റർമിൻ ബൈ സ്ലോ സ്റ്റെപ്പ് എന്നല്ലേ. സ്ലോ സ്റ്റെപ്പിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ ഒറ്റ റിയേറ്റൻ്റെ ഉള്ളൂ, അതുകൊണ്ട് കോൺസെൻട്രേഷൻ ഒറ്റ വരുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതെന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ദ റിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി കോൺസെൻട്രേഷൻ സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ ആൽക്കൽ ഹാലൈഡ്. ഹാസ് എ റെസമൈസ്റ്റേഷൻ സ്റ്റീരിയോ കെമിസ്ട്രി. റെസമൈസേഷൻ എന്ന് പറയുന്നത് എന്താ, ഡി കോൺഫിഗറേഷൻ ഉണ്ട്, എൽ കോൺഫിഗറേഷൻ ഉണ്ട്. അതായത് ഡെസ്ട്രോ റൊട്ടേഷൻ ഉണ്ട്, ലീവോ റൊട്ടേഷൻ ഉണ്ട്. പ്ലെയിൻ നമ്മൾ പഠിച്ചു, നമ്മുടെ പഠിച്ചു ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി പഠിച്ചു നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ. അതായത് പ്ലെയിൻ പോളർ ലൈറ്റിനെ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്ത ഡെസ്ട്രോ D+, പ്ലെയിൻ പോളർ ലൈറ്റിനെ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്ത ലീവോ L-. അപ്പോൾ എല്ലും ഡിയും കൂടെ വന്നാൽ അതിന് പറഞ്ഞവരാണ് റെസമിക് മിസ്റ്റർ. ഡിയും എല്ലും, ഡി ആൻഡ് എൽ മിസ്റ്റർ, അല്ലെങ്കിൽ +- മിസ്റ്റർ എന്നും പറയും. അപ്പോൾ ഇവിടെ 2 മിസ്റ്റർ ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചു. ഞാൻ റിയേഷൻ കാണിച്ചപ്പോൾ 2 പ്രൊഡക്റ്റ് ഉണ്ടാകുന്നുണ്ടായിരുന്നു. അടുത്ത് റൈറ്റിലേക്കും അടുത്ത് ലെഫ്റ്റിലേക്കും ആയിരുന്നു. അതായത് ഡി മിസ്റ്ററും ഉണ്ട്, എൽ മിസ്റ്ററും ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ റെസമൈസേഷൻ ഉണ്ടെന്ന് പറയുന്നത്. പോളാർ പ്രോട്ടിക് സോൾവെൻറ്റ് ഈസ് യൂസ്ഡ് ടു എൻഹാൻസ് റിയാക്ടിവിറ്റി. ഇവിടെ പോളാർ പ്രോട്ടിക് സോൾവെൻറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്, മറ്റേ അടുത്ത് പോളാർ അപ്രോട്ടിക് സോൾവെൻറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ മോസ്റ്റ്ലി ഒക്കേഷൻ ടെർഷറി, സെക്കൻഡറി ആൻഡ് ആൽക്കൽ ഹാലൈഡ്. അപ്പോൾ ഇവിടുത്തെ റിയാക്ടിവിറ്റി ഓർഡർ ആയിരുന്നു ടെർഷറി ആൽക്കൽ ഹാലൈഡ് ഗെറ്റ് ആൻഡ് സെക്കൻഡറി ഗെറ്റ് ആൻഡ് പ്രൈമറി ഗെറ്റ് ആൻഡ് ആൽക്കൽ ഹാലൈഡ്. അവിടെ തിരിച്ചായിരുന്നു പ്രൈമറി ഗെറ്റ് ആൻഡ് സെക്കൻഡറി ഗെറ്റ് ആൻഡ് ടെർഷറി ഗെറ്റ് ആൻഡ് ആൽക്കൽ ഹാലൈഡ് എന്നായിരുന്നു റിയാക്ടിവിറ്റി ഓർഡർ. അപ്പോൾ ഇത്രയാണ് നമ്മൾ നോക്കിയ റിയാക്ഷൻ മെക്കാനിസം SN1 SN2 സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.